ആഗോള അയ്യപ്പ സംഗമത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാൻ നീക്കം സജീവമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിട്ട് ക്ഷണിക്കും. എതിർക്കുന്നവരെ നേരിൽ കാണും. പന്തളം കൊട്ടാരവുമായി ഈ മാസം 6-ന് ചർച്ച നടത്തും. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എതിർപ്പുകൾ ഒഴിവാക്കാൻ എന്തൊക്കെയാണ് ദേവസ്വം ബോർഡ് ചെയ്യാൻ പോകുന്നത്? പ്രതീഷ്. ഉന്മേഷ്, അല്പസമയം മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താക്കുറിപ്പിൽ ആഗോള അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് സംഗമം എന്നാണ് അദ്ദേഹം വിമർശിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ എതിർക്കുന്നവരെ അനുനയിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമവായ ശ്രമവുമായി മുന്നോട്ട് പോകുന്നത്. ഈ മാസം 4-ാം തീയതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിൽ കണ്ട് ക്ഷണിക്കാനാണ് തീരുമാനം. ഈ BJP ശക്തമായൊരു എതിർപ്പ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് സുരേഷ് ഗോപിയെ നേരിൽ കാണുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഔദ്യോഗികമായി നേരിൽ കണ്ട് ക്ഷണിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില വിയോജന കുറിപ്പുകൾ അല്ലെങ്കിൽ ചില എതിർപ്പുകൾ അറിയിച്ച മറ്റ് സംഘടനാ നേതാക്കളെയും നേരിൽ കാണും. ഒപ്പം മറ്റ് ചില പ്രതിനിധികളെയും കാണുന്നുണ്ട്. ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ പിൻവലിക്കാത്തതിൽ വിമർശനവുമായി പന്തളം കൊട്ടാരം രംഗത്ത് വന്നിരുന്നു. പന്തളം കൊട്ടാര പ്രതിനിധികളുമായി 6-ാം തീയതി ചർച്ച നടത്താനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പന്തളം കൊട്ടാരം പ്രതിനിധികളെ നേരിൽ കണ്ടാണ് ഈ ചർച്ച നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സമവായ നീക്കവുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പുറത്തുവരുന്ന വാർത്ത. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.